പൂക്കോട് വെറ്ററിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയുടെ മരണത്തിൽ 6 പേർ കസ്റ്റഡിയിൽ. സിദ്ധാർത്ഥിനെ നേരിട്ട് മർദ്ദിച്ചവരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസെടുത്ത 12 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചു. മരണത്തിനു മുമ്പ് സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനമേറ്റെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. മർദ്ദനത്തിൽ നേരിട്ട് പങ്കാളികളായ 6 പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. പ്രതിപ്പട്ടികയിലുള്ള മറ്റ് 12 വിദ്യാർത്ഥികൾ ഒളിവിലാണ്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി. കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് സിദ്ധാർത്ഥിനെ മറ്റു വിദ്യാർത്ഥികൾ പരസ്യ വിചാരണ ചെയ്യുകയും ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയുമായിരുന്നു. മരണത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇത് അടിയന്തരമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഈ യഥാർത്ഥ പ്രതികളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി ഞങ്ങൾ എല്ലാവരും രംഗത്തിറങ്ങും എന്ന് ഞാൻ ഈ അവസരത്തിൽ മുന്നറിയിപ്പ് വരികയാണ്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നെടുമങ്ങാട്ട് സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. പ്രതികൾ SFI വളരെ കൃത്യമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസും മാനേജ്മെൻറ്റും ഇത്ര വലിയ വ്യഗ്രത കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവം നടന്ന് അന്വേഷണം നടക്കുന്നതിന് മുൻപ് തന്നെ ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത്. ഈ മാസം 18-നാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തിരുവനന്തപുരം.